നമസ്കാരം. നമ്മൾ വീണ്ടും മൈൻഡ് പവർ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലേക്കായിട്ട് വീണ്ടും നമ്മുടെ അതിഥി ഷിജി സണ്ണിയെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ നമുക്ക് ചോദിക്കാം. ഹായ്, നമസ്കാരം മാം. നമസ്കാരം. മാം വർക്ക് ചെയ്യുന്നത് മൈൻഡ് പവർ ട്രെയിനിങ് മേഖലയിലാണ്. ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്താണ് മലയാളികൾ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. മൈൻഡ് പവർ ട്രെയിനിങ് മേഖലയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ വിദേശ ലോകത്തൊക്കെ ഇത് പണ്ടേ ഉണ്ട്. പക്ഷേ നമുക്ക് പറയുകയാണെങ്കിൽ മലയാളികളുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു ആവറേജ് ഒരു 6 to 5 years എന്നൊക്കെ പറയാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പലരും പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡ് കണ്ടിട്ടോ ഒരു ന്യൂസ് കണ്ടിട്ടോ ഒരു ക്ലിപ്പ് കണ്ടിട്ടോ ഒരു വീഡിയോ ആഡ് കണ്ടിട്ടോ അറിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലയിലാണ് മാം ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ തന്നെയാണ്. ഞാൻ ഹിപ്നോതെറാപ്പി, NLP, റേക്കി, പിന്നെ ഈ റാഡിക്കൽ ഹീലിംഗ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ഹീലിംഗ് തെറാപ്പീസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടില്ല, കോഴ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഒരു ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ തുടങ്ങണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതിയിലും ആയുർവേദത്തിലും എല്ലാം ആളുകൾക്ക് വിശ്വാസം ഉണ്ട്, എങ്കിലും കുറച്ച് അതിന്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആയുർവേദത്തിലും ഉണ്ടോ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അതിപ്പോ ആയുർവേദം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വളരെയധികം നാച്ചുറൽ ആയിരുന്നു. ഇപ്പോഴും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അലോപ്പതിയിൽ നിന്ന് ആളുകൾ ഈ ആൾട്ടർനേറ്റ് മെഡിസിനിലേക്ക്, ആയുർവേദത്തിലേക്കും ഹോമിയോപ്പതിയിലേക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ പിന്നെ അതിനോടൊപ്പം തന്നെ ആളുകൾ മൈൻഡ് പവറും യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൈൻഡ് പവറിന് ഇന്നത്തെ കാലത്ത് നല്ലൊരു പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഗൾഫ് നാടുകളിലായാലും നമ്മുടെ നാട്ടിലായാലും മൈൻഡ് പവർ ട്രെയിനിങ് സെൻ്ററുകളും അങ്ങനെയൊക്കെയുള്ള കൂടുതൽ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത സെൻ്ററുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ മാത്രമാണ്. ദുബായിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തോളമായി ദുബായിൽ ചെയ്യുന്നു. അപ്പോൾ കൂടുതലും അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നാണ്. ഞാൻ കൂടുതലും അതിൽ ഫോക്കസ് ചെയ്യാണ്. എൻ്റെ പ്രോഗ്രാം മിക്കവാറും മൈൻഡ് റീപ്രോഗ്രാം, അങ്ങനെ കുറേ ഉണ്ട്. ഒത്തിരി ഗോൾ സെറ്റിംഗ്, വിഷൻ ബോർഡ്, അഫർമേഷൻസ്, പിന്നെ നമ്മൾ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതുപോലെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, അങ്ങനെയുള്ള സോഫ്റ്റ് സ്കില്ലുമായിട്ട് മൈൻഡ് പവറിനെ ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ട്രെയിനിങ്സ് ആണ് ഞാൻ കൂടുതലും ദുബായിൽ ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ഒക്കെ റീഫോർമാറ്റ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം അറിയാം. ഇപ്പോൾ എല്ലാത്തിനെ കുറിച്ചും നല്ല അവയർനെസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് മലയാളികളെന്നല്ല പലരും ഒരു പരാജയപ്പെടുന്നത്. ഇംപ്ലിമെന്റേഷന്റെ സ്റ്റേജിലാണ്. അതിന് നല്ല എഫേർട്ട് വേണം. അത് ഇംപ്ലിമെന്റ് ചെയ്താലല്ലേ നമുക്ക് അതിന്റെ ഗുണം ഇത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് ചെയ്യും, അല്ലെ? യോഗയെ കുറിച്ചും എല്ലാം അറിയാം, പക്ഷെ അത് ചെയ്താൽ മാത്രമല്ലേ ഗുണമുള്ളൂ. അതുപോലെ തന്നെ എക്സസൈസുകൾ അല്ലേ, നമുക്ക് ചെയ്യണമെന്നറിയാം, പക്ഷെ അത് ചെയ്താൽ മാത്രമല്ലേ ഗുണമുള്ളൂ. സെയിം ഇതുപോലെ തന്നെ മൈൻഡ് പവറും അപ്ലൈ ചെയ്താൽ മാത്രമേ അതിനൊരു ഗുണമുള്ളൂ. അപ്പൊ ഈ റീപ്രോഗ്രാമിങ്ങിന്റെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യമായിട്ടൊരു മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ് മാഡം ഈ മൈൻഡോ, അതൊക്കെ എന്താണ്, ഇങ്ങനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും യാതൊരു ധാരണയില്ല. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ഇതിന് വാഷിംഗ് മെഷീൻ മാത്രമല്ല, ഈ ലോകത്തുള്ള എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിനകത്തൊരു മാനുവൽ ഉണ്ടാവും, അല്ലേ? അത് ആ മാനുവൽ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള എഫിഷ്യൻസിയിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിനുള്ള ഫുള്ളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മളുടെ ഒരു
മാനുവൽ എന്ന് പറയുന്നത് ആണ് ശരിക്കും മൈൻഡ് പവർ എന്ന് പറയുന്നത്. ആ മൈൻഡിന്റെ മാനുവലാണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാവരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, നമ്മളുടെ ചിന്താരീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലെ? അപ്പൊ മാം പറയുന്നത് മനുഷ്യർക്ക് ഒരു മാനുവൽ ഉണ്ടെന്നാണ്. അതാണ്, മാനുവൽ ഉണ്ട്. അപ്പൊ ആ മാനുവൽ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞ് പഠിച്ച് നമ്മൾ ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട്, ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഞെക്കി ഇവിടെ ഞെക്കി ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ഫുള്ളായിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ മനസ്സിന്റെ മാനുവൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നല്ലോ, നമ്മൾ ഇന്ത്യൻസ് വളരെ ഗാഢമായിട്ട് നമ്മളുടെ മനസ്സിൽ എത്രത്തോളം കൂടുതൽ ആഗ്രഹം, എത്ര ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും എന്നല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നുണ്ടോ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 2020 ആകുമ്പോൾ നാട്ടിലെ ഒരു ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മരുന്നോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഫുള്ളി ഒരു ഹോളിസ്റ്റിക് വെൽനസ്, ഒരാൾക്ക് അവരുടെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ മൈൻഡിന്റെ കാര്യങ്ങൾ, തോട്ട് പ്രോസസ്സാണ് ആദ്യം മാറ്റുന്നത്. ഈ എല്ലാത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് തോട്ടാണ്. ഈ തോട്ട് പ്രോസസ്സ് നേരെയായാൽ തന്നെ നമ്മളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ WHO പറയുന്നുണ്ടല്ലോ 85% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസസിന്റെ ഗണത്തിലാണ് പഠിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആളുകൾ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നത് ശരീരത്തെയും, ശരീരത്തെ ബാധിക്കുന്നത് മനസ്സിനെയും ബാധിക്കും. ഇത് രണ്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ശരീരത്തെ ബാധിക്കുന്ന അങ്ങനെയുള്ള രോഗങ്ങളാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ചില ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് പോലും ഇപ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസീസസിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. എല്ലാം എന്നല്ല പറഞ്ഞത്, വളരെ ചെറിയ ചില ടൈപ്പ് ഓഫ് അസുഖങ്ങൾ എല്ലാം ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്, നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഗിൽറ്റായിട്ടും ഒത്തിരി സപ്രസ്ഡ് ഫീലിങ്ങും. പക്ഷെ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്, ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതല്ലേ നല്ലത്. ഡിസീസ് എന്ന് പറയുമ്പോൾ അത് രോഗദുരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലേ കൂടുതലും ഭംഗിയായിട്ട് നമുക്ക്, അതായത് അതിനെ പറയുകയാണെങ്കിൽ ഡിസീസ് കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു, ഡിസോർഡർ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഞാൻ ഇപ്പോ അതിന് ഉദാഹരണം പറഞ്ഞു തീർന്നില്ല. ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ സൈക്കോസൊമാറ്റിക് ഡിസീസസിന്റെ ഒരു ശൃംഖല തന്നെ ഉണ്ട്, ആളുകൾക്ക് കൂടി വരികയാണ്. അതിന്റെ ഒരു ശതമാനത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾക്കൊരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ വലിയ ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ കേട്ടിട്ടില്ല, ഒത്തിരി നാൾ മുമ്പ്, അല്ലെ? ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അവെയറാണ്, എല്ലാവർക്കും അറിയാം. എന്തിനാണ്? ഒരു ക്ലിക്ക് മതി, ഗൂഗിളിൽ പോവുക, എന്തൊക്കെയാണ് ആ രോഗത്തിന്റെ സിംറ്റംസ്, ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ്, അല്ലെ? വായിച്ചു കഴിയുമ്പോൾ അയ്യോ എനിക്ക് അതുണ്ട്. ചിലപ്പോൾ ചെറിയൊരു തലവേദനയായിരിക്കാം, പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോരോ ഇത് ഇങ്ങനെ വായിച്ചു നോക്കിയോ, ഇതൊക്കെ എനിക്കുണ്ടല്ലോ. നമ്മളപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? എനിക്ക് അസുഖം. പിന്നെ എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള തോട്ട്, രോഗത്തെക്കുറിച്ചുള്ള തോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺസാണ് നമ്മളുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് നമ്മുടെ സൈക്കോളജിയിൽ. അതിനകത്ത് പറയുന്നത് നോസിബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ കൊണ്ട് നമ്മളുടെ ബോഡി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ചില അസുഖങ്ങളുടെ സിംറ്റം ആകാനുള്ള ഒരു കാരണം നമ്മുടെ തോട്ട് തന്നെ, ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ അസുഖം വരുന്നുണ്ട്. അതാണ് ചില അസുഖങ്ങൾ അങ്ങനെ വരുന്നതുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തകൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഈ പറയുന്ന മൈൻഡ് പവറിന്റെ ഒക്കെ പ്രസക്തി അവിടെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് ഇൻപുട്ടാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പോലെ തന്നെയാണ്. നമ്മൾ
എന്ത് ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അതിനനുസരിച്ചുള്ള റിസൾട്ട് അല്ലേ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്ന സെൽഫ് ടോക്ക്, എന്ത് ഇൻപുട്ടാണ്, എന്ത് വിവരങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇൻപുട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ്. നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്, അല്ലേ, നമ്മൾ എന്താണ് രുചിച്ചറിഞ്ഞത്, നമ്മൾ എന്താണ് മനസ്സിറി, എല്ലാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് നമ്മൾക്ക് ഈ തോട്ടിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ തോട്ടിന്റെ ആധാരം? എന്താണ്? ഇൻഫോർമേഷനാണ്. നമ്മുടെ ഇൻഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? അത് ഇൻഫോർമേഷൻ ഉണ്ടാകുന്നത് നോളജിലൂടെയാണ്, അല്ലേ. നമ്മൾ എന്ത് കാണുന്നു, കേൾക്കുന്നു, അതിലൂടെയാണ്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഇൻഫോർമേഷൻസ് വരുന്നത്. അപ്പൊ അതും പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസും ചേർന്നിട്ടാണ് നമുക്ക് പുതിയ തോട്ട്സ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. അതും പ്രത്യേകിച്ച് നമ്മളുടെ, ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത് പിക്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ വിഷ്വൽ ഇമേജ് ഉള്ള കാര്യങ്ങൾ, വളരെ വയലൻസും അങ്ങനെയുള്ള ഒരുപാട് ബ്രൂട്ടലായിട്ട് ഒരുപാട് ഉള്ള കാര്യങ്ങൾ ചെയ്ത വാർത്തകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ എവറി ഡേ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഉള്ള ചിന്ത, ഒരുപാട് അതുപോലുള്ള ചിന്തകൾ വരുന്നു. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ശരീരം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ്, അതായത് ക്രൈം, വയലൻസ്, ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകളും ഈ കാര്യങ്ങളും പൊതുധാരയിൽ ഒഴിവാക്കുക. അപ്പൊ അത് കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡും ആ രീതിയിൽ സെറ്റപ്പ് ആവും എന്നാണ് പറയുന്നത്. അതുപോലെ ചിന്തിക്കുന്നു, അതിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. ഓക്കെ, റൈറ്റ്, ഓക്കെ. മാം ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹിപ്നോതെറാപ്പി, റാഡിക്കൽ ഹീലിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പൊ ആ സബ്ജക്റ്റുകളെ കുറിച്ച് ജസ്റ്റ് ഒരു വരിയിൽ പറഞ്ഞു ഒതുക്കാവുന്ന കാര്യങ്ങൾ. ഒരു വരിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റാഡിക്കൽ ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു എനർജി ഹീലിംഗ് ആണ്. എനർജി ഹീലിംഗ് ആണ്. റാഡിക്കൽ ഹീലിംഗും റേക്കിയും രണ്ടും കൂടി ചേർത്ത് പറയാം. റാഡിക്കൽ ഹീലിംഗ് ഒരു എനർജി ഹീലിംഗ് ആണ്. അത് ബേസ്ഡ് ഓൺ ചക്രാസ്. നമ്മൾക്ക് മനുഷ്യ ശരീരത്തിൽ 7 മേജർ ചക്രാസ് ആണ് ഉള്ളത്. മൈനറായിട്ട് ഒത്തിരി ചക്രാസ് ഉണ്ട്. അതിന്റെ എണ്ണം കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്, പല പുസ്തകങ്ങളിലും പല ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഏകദേശം 200-ൽ മേലുള്ള മൈനർ ചക്രാസ് നമുക്കുണ്ട്.